നമസ്കാരം, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LSTയുടെ മെയിൻസ് പ്രിപ്പയർ ചെയ്യുന്നവര് വളരെയധികം കുറവാണ്. താരതമ്യേന വളരെയധികം കുറവാണ്. കുറെ പേരൊക്കെ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. അപ്പൊ ഏകദേശം പരീക്ഷ എഴുതാൻ ഉറപ്പിച്ചിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് ഇങ്ങനെ തന്നു പോവാണ് കേട്ടോ. മെയിൻസിന്റെ ടോപ്പിക്സ്, അതായത് നമുക്ക് പഠിക്കാനില്ലാത്ത, ഇത് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന 100 മാർക്കിന്റെ പേപ്പറിലെ ഒന്ന് രണ്ട് ടോപ്പിക്സ് ആണ് നമ്മൾ ചെയ്തു പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ എക്കണോമി 15 മാർക്കിനാണ്. അതിനകത്ത് ഇമ്പാക്ട് ഓഫ് കോളനൈസേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. ഇമ്പാക്ട് ഓഫ് കോളനൈസേഷൻ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ടത് എങ്ങനെയാണ് കോളനിവൽക്കരണം നടപ്പിലാക്കിയത്, അതായത് ബ്രിട്ടീഷ് റൂള് ഇന്ത്യയിൽ കൊണ്ടുവന്ന ഇമ്പാക്ട്, അത് എക്കണോമിക് ആയിക്കോട്ടെ, സോഷ്യൽ ആയിക്കോട്ടെ, കൾച്ചറൽ ഇമ്പാക്ട് എങ്ങനെയാണ്, അത് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ആ വർഷം ഏതായിരിക്കും? 1757 മുതൽ 1857 വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ ഒരു ബ്രിട്ടീഷ് റൂൾ ഇന്ത്യയിലേക്ക് വന്നത്. 1857 വരെയുള്ള കാലഘട്ടം. അപ്പൊ എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നത്, അതുപോലെ ബ്രിട്ടീഷുകാർ വന്നിട്ട് എങ്ങനെയാണ് കോളനി സ്റ്റാർട്ട് ചെയ്തത്, അതുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കി നമുക്കറിയാം പ്ലാസി യുദ്ധം, ബക്സാർ യുദ്ധം തുടങ്ങി ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്ത് തമ്പടിക്കുകയും പിന്നീട് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട യുദ്ധങ്ങളുണ്ട്. ആംഗ്ലോ മൈസൂർ യുദ്ധം, അതുപോലെ സിഖ് യുദ്ധം, ഇതെല്ലാം ഇതിനകത്ത് വരും, നമ്മുടെ ഈ ഒരു കോളനൈസേഷന്റെ പാർട്ടിനകത്ത് വരും. അതുകൊണ്ട് നമുക്ക് വേഗത്തിൽ ഒന്ന് നോക്കി പോകാം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇമ്പാക്ട് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഓൺ ഇന്ത്യ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറിനകത്ത് ഫസ്റ്റ് പാർട്ടാണ് കേട്ടോ. ഇതിനകത്ത് ആദ്യത്തെ പാർട്ടിനകത്ത് നമ്മൾ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഇന്ത്യയിലേക്ക് വന്നത്. നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് അറിയാം. ട്രേഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂറോപ്യൻസ് അല്ലെങ്കിൽ അതുപോലെ തന്നെ ബ്രിട്ടീഷ് ട്രേഡേഴ്സും എല്ലാം തന്നെ നമ്മുടെ നാട്ടിലേക്ക് വന്നത്. നമുക്കറിയാം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടന്നിട്ടുണ്ടായിരുന്നു. എവിടെയാ? ഇംഗ്ലണ്ടിൽ നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഒരുപാട് റോ മെറ്റീരിയൽസ് ആവശ്യമായിട്ട് വന്നു. അപ്പൊ ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ പറ്റിയിട്ട് ഞാൻ പറയണ്ടല്ലോ. ഇംഗ്ലണ്ടിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വരുന്ന സമയത്ത് അവിടെ ഒരുപാട് റോ മെറ്റീരിയൽസിന്റെ ആവശ്യം വരുന്നു. അതേ സമയത്ത് തന്നെ അവർക്ക് ഫിനിഷ്ഡ് ഗുഡ്, അതായത് അവർക്ക് വിൽക്കാനായിട്ട് കുറച്ച് കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇതൊക്കെ വിൽക്കാൻ ഒരു സ്ഥലവും വേണം, ഒരു മാർക്കറ്റും വേണം. ഇങ്ങനെയുള്ള ഒരു സമയത്താണ് ഇന്ത്യ നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരിക്കുമെന്ന് ഇവർ ചിന്തിക്കുന്നത്. അങ്ങനെ 18ാമത്തെ സെഞ്ചുറിയിൽ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നു. അതായത് വരുന്നത് ഒരു പ്രത്യേക കാരണത്തിന് വേണ്ടിയിട്ടാണ്. അതുവരെ ആ ഒരു സമയത്ത് ഇന്ത്യ ഭരിച്ചിരുന്ന ആരായിരുന്നു? മുഗൾ എംപയേഴ്സ് ആയിരുന്നു. അവരുടെ ആ ഒരു പവർ കുറഞ്ഞിരിക്കുന്ന സമയത്താണ് ആരിങ്ങോട്ട് വരുന്നത്? ബ്രിട്ടീഷുകാര് ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഇന്ത്യൻ ടെറിട്ടറി കീഴടക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആർക്ക് കിട്ടി? ബ്രിട്ടീഷുകാർക്ക് കിട്ടി. അങ്ങനെ ബാക്കി പറഞ്ഞോട്ടെ. They did see through numerous wars, forced treaty, annexation of and alliances with the various regional powers all over the country. നമുക്കറിയാം ഇവരെങ്ങനെയൊക്കെയാണ് പിടിച്ചടക്കിയത്. ഫോഴ്സ്ഡ് ട്രീറ്റീസ് ഉണ്ടായിരുന്നു, അതുപോലെ ഒരുപാട് യുദ്ധങ്ങൾ നടത്തി, അതുപോലെ കൂട്ടിച്ചേർത്തു, അലയൻസസ് വെച്ചു. അങ്ങനെ പല സ്ഥലങ്ങളും ഇവരുടെ കോളനികളായിട്ട് മാറുകയാണ് ചെയ്തത്. അങ്ങനെ മൊത്തത്തിൽ രാജ്യം ഇവരുടെ കയ്യിലായിട്ട് മാറുന്നു. Their land revenue policies helped them keep the poor farmers in check and huge sums as revenue in return. അതുപോലെ എന്തായിരുന്നു സംഭവിച്ചത്? പാവപ്പെട്ട കർഷകരുടെ കയ്യിൽ നിന്നും വലിയ എമൗണ്ട് റവന്യൂ ഇവർ തിരിച്ചു പിടിക്കുകയും ചെയ്തു. അങ്ങനെ അഗ്രികൾച്ചർ ഒരു കൊമേഴ്ഷ്യലൈസേഷനിലേക്ക് പോകുകയും, അതുപോലെ നമ്മൾ പറഞ്ഞു ഇവിടെ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും അവര് റോ മെറ്റീരിയൽസ്, അവർക്ക് ബ്രിട്ടനിൽ ആവശ്യമായിരുന്ന പല റോ മെറ്റീരിയൽസും വളരെ ചീപ്പ് റേറ്റിന് ഇവർ അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. The strong political control, the British were able to monopolize the trade with India. അപ്പൊ ആ സമയത്ത് പോർച്ചുഗീസുകാരൊക്കെ ഇവിടെ വന്നു, ഡച്ചുകാരൊക്കെ ഉള്ള ഒരു സമയമാണെന്ന് നമുക്കറിയാം. പക്ഷെ അവരെയൊക്കെ തോൽപ്പിച്ചിട്ട് ഒരു മോണോപ്പൊളി ട്രേഡ് ആരായിട്ട് മാറി? ബ്രിട്ടീഷുകാരായിട്ട് അങ്ങ് മാറി. They defeated their foreign rivals in trade so that there could be no competition. They monopolized the sale of all kinds of raw materials and brought these at low prices, whereas the Indian weavers had to buy them at exorbitant prices. ഇതൊക്കെ നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. അതുവരെ ഉണ്ടായിരുന്ന പോർച്ചുഗീസും ഡച്ചും ഒക്കെ പത്തി മടക്കി അവരൊക്കെ അവരുടെ പാട്ടിന് പോയി. പിന്നെ ആരുടെ കയ്യിലായി ഇതെല്ലാം? ബ്രിട്ടീഷുകാരുടെ കയ്യിലായിട്ട് മാറി. അവരുടെ കയ്യിലാണ് ബാക്കിയുള്ള റോ മെറ്റീരിയൽസ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. അതുപോലെ എന്താണ്, ഇന്ത്യൻ വീവേഴ്സിന് വളരെ തുച്ഛമായിട്ടുള്ള പൈസ കൊടുത്ത് അവിടെ നിന്നും നമ്മുടെ നാട്ടിൽ നിന്നും വാങ്ങിക്കുന്നത് വൻ വിലക്കാണ് അവർ മറ്റിടത്ത് കൊണ്ടുവന്ന് വിൽക്കുന്നത്. അങ്ങനെ ട്രാൻസ്പോർട്ടും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും ഒക്കെ ഇവര് നല്ല രീതിയിൽ കൂട്ടി കൊണ്ടുവന്നു. പോർട്ടുകളൊക്കെ ഡെവലപ്പ് ആവാൻ തുടങ്ങി. മൊത്തത്തിൽ ഇവരങ്ങ് ക്ലച്ച് പിടിച്ചു. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത്
റീസൺ ഫോർ കമ്മിങ് ടു ഇന്ത്യ. എന്താണ് റീസൺ? യൂറോപ്യൻസ് വരാൻ ട്രേഡിംഗ് ആണെന്ന് നമ്മൾ പറഞ്ഞു. എങ്ങനെ ട്രേഡിംഗ് വന്നു? അതായത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്ന സമയത്ത് റോ മെറ്റീരിയൽസിന്റെ ആവശ്യങ്ങൾ കൂടി വന്നു. അപ്പൊ ഏറ്റവും നല്ല സ്ഥലം, അതുപോലെ ഇവർക്ക് കുറച്ച് ഫിനിഷ്ഡ് ഗുഡ്സും ഉണ്ട്, അത് വിൽക്കാൻ ഒരു മാർക്കറ്റ് വേണം, ഇതിനെല്ലാം കൂടെ പറ്റിയ ഒരു സ്ഥലം ഇന്ത്യ ആണെന്ന് മനസ്സിലാക്കി ആ സമയത്ത് ഇന്ത്യയുടെ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് മുഗൾസിന്റെ ഡിക്ലൈൻ ചെയ്ത ഒരു സമയമായതുകൊണ്ട് തന്നെ അവര് എങ്ങോട്ട് വരുന്നു? ഇന്ത്യയിലേക്ക് വരികയും ക്ലച്ച് പിടിക്കുകയും ചെയ്തു. ഇത് ഇത്രയും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. നെക്സ്റ്റ്, കോളനൈസേഷന്റെ മെത്തേഡ്സ്. എങ്ങനെയാണ് കോളനിവൽക്കരണം ഇന്ത്യയിൽ വന്നത്? ഫസ്റ്റ് പോയിന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. യൂറോപ്പില് എന്ത് വരുന്നു? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വരുന്നു. അതിനാവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് അവർക്ക് ഇല്ലാതെ വരുന്നു. അതുപോലെ തന്നെ അവർക്ക് ഫിനിഷ്ഡ് ഗുഡ് വിൽക്കാനായിട്ട് ഒരു മാർക്കറ്റ് ഇല്ലാത്ത അവസ്ഥ വരുന്നു. ഈ സമയത്ത് രണ്ട് സ്ഥലങ്ങളാണ് ഇവർ നോക്കി വെച്ചത്, ഒന്ന് ഏഷ്യയും ഒന്ന് ആഫ്രിക്കയുമാണ്. അതോടുകൂടി നമുക്കറിയാം 1600 ആയപ്പോഴത്തേക്കും ഈസ്റ്റ് ഇന്ത്യ കമ്പനി എവിടേക്ക് വരുന്നു? നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നു 1600. ദിസ് കമ്പനി വാസ് സപ്പോർട്ടഡ് ബൈ ബ്രിട്ടീഷ് ഗവൺമെന്റ്. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ആര് വരുന്നത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നത്. വിത്ത് ഇറ്റ്സ് ഹെൽപ്പ് ഇംഗ്ലണ്ട് വാസ് ഏബിൾ ടു എക്സ്റ്റെൻഡ് ഹെർ ടെറിട്ടോറിയൽ ബൗണ്ടറീസ് ഇൻ ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. ദ ഫസ്റ്റ് ഫാക്ടറി വാസ് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് സൂററ്റ് ഇൻ 1913. നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഇനി ഇത് പറയുന്നില്ല. 1615 സർ തോമസ് റോയ് ആണ് മുഗൾ എംപറർ ആയിരുന്ന ജഹാംഗീറിന്റെ അടുത്തു നിന്നും അനുവാദം വാങ്ങിച്ച് എന്ത് തുടങ്ങുന്നത്? സൂററ്റിൽ ഒരു ഫാക്ടറി തുടങ്ങുന്നത് ആണല്ലോ. അതിനുശേഷം ആഗ്രയിലും അഹമ്മദാബാദിലും ബ്രോച്ചിലും ഒക്കെ ഇവര് ഫാക്ടറി തുടങ്ങുന്നു. അവര് എന്താണ് സെറ്റിൽമെന്റ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെറ്റിൽമെന്റ് ആണ് സതേൺ കോസ്റ്റ്, അതായത് മദ്രാസിന്റെ സതേൺ കോസ്റ്റ്. അവിടെ അവർ ഫോർട്ടിഫിക്കേഷൻ നടത്തുന്നു. അവിടെ എന്ത് പേര് വിളിച്ചു അവർ ആ ഫോർട്ടിഫിക്കേഷൻ നടത്തിയ ഫാക്ടറിയെ? ഫോർട്ട് സെന്റ് ജോർജ് എന്നുള്ളൊരു പേരും വിളിച്ചു. ഇതൊക്കെ നമ്മള് ഹിസ്റ്ററിയിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. പതുക്കെ ഈ ഒരു കമ്പനി എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങി. മറ്റ് യൂറോപ്യൻ പവേഴ്സിനെ എല്ലാം ഇന്ത്യയിൽ നിന്ന് ഓടിച്ചു വിടാനും തുടങ്ങി. അതുപോലെ ഇവിടെ ഉണ്ടായിരുന്ന ലോക്കൽ ആയിട്ടുള്ള ഇന്ത്യൻ റൂളേഴ്സുമായിട്ട് പൊളിറ്റിക്കൽ അഫയേഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയും അവരുമായിട്ട് കൂടുതൽ അടുക്കുകയും അവരുമായിട്ട് അടുത്തതിന്റെ ഫലമായിട്ട് മൊത്തത്തിലുള്ള അധികാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലേക്ക് വരികയും ചെയ്യുന്നു. ഒരു എക്സ്ട്രാ പോയിന്റ് നോക്കാം. 1696 the company developed 3 villages into a city in Bengal and named it Kolkata. ഇതാണ് 3 വില്ലേജ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നു 1696. അത് എവിടെയായിരുന്നു? ബംഗാളിലായിരുന്നു. അതിന്റെ മറ്റൊരു പേരെന്താ? കൊൽക്കട്ട. They also built a fort around this city is called ഫോർട്ട് വില്യം. കൊൽക്കട്ടയിൽ ഇവർ പണിഞ്ഞ ആ ഒരു ഫോർട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോർട്ട് വില്യം, കൊൽക്കട്ടയിൽ. ഇത് സ്ഥിരം ചോദ്യമാണ്. അങ്ങനെ 19th സെഞ്ചുറിയില് പല സ്മോൾ ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റുകളും ഉണ്ടായിരുന്നു, വലിയ ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റുകളും ഉണ്ടായിരുന്നു. നമുക്കറിയാം അല്ലെ? അതായത് ഇൻഡിപെൻഡന്റ് മീൻസ് ഇവരുടെ അണ്ടറിലല്ലാത്ത, കോളനിവൽക്കരിക്കപ്പെട്ടിട്ടില്ലാത്ത കുറച്ചേറെ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. ഇവർക്കൊക്കെ സ്വന്തമായിട്ട് റൂളേഴ്സും സ്വന്തമായിട്ടുള്ള എക്കണോമി, സ്വന്തമായിട്ടുള്ള ലാംഗ്വേജും കൾച്ചറും ഒക്കെ ഉണ്ടായിരുന്നു. ഈ സ്റ്റേറ്റുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും യുദ്ധത്തിലുമായിരുന്നു. അപ്പൊ ഈ ഒരു സമയത്താണ് ബ്രിട്ടീഷുകാര് എങ്ങോട്ട് വരുന്നത്? നമ്മുടെ രാജ്യത്ത് വന്നു. അവര് എന്താണ് കോളനിവൽക്കരണം ഒക്കെ നടത്തി വരുന്നു. ഇനി ഇവർക്ക് എങ്ങോട്ടാ നോട്ടം? ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഈ രാജ്യങ്ങളിലേക്കാണ് നോട്ടം. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കറിയാം 1757 പ്ലാസി യുദ്ധം, 1764 ബക്സാർ യുദ്ധം, ഇതൊക്കെ ബ്രിട്ടീഷുകാർക്ക് നമ്മുടെ രാജ്യത്ത് മൊത്തത്തിലെ ഒരു ശക്തിയായിട്ട് മാറുകയും ബ്രിട്ടീഷുകാർക്ക് അടിത്തറയിട്ട യുദ്ധങ്ങൾ എന്നൊക്കെയാ പ്ലാസി യുദ്ധം നമ്മൾ വിളിക്കുന്നത് ആണല്ലോ. ഈ ബാറ്റിലോട് കൂടി ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ കൺട്രോള് ഇന്ത്യയിൽ മൊത്തമായിട്ട് വ്യാപിക്കുന്നു. അറിയാമല്ലോ, the battle of Plassey was won by the English in Bengal. The British made Mir Jafar the new Nawab of Bengal, in return for which they receive an enormous sum of money as well as the territory of 24 Parganas from the Nawab. ഇതൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല, കാരണം ഇതൊക്കെ ഹിസ്റ്ററിയിൽ നമ്മൾ പലവട്ടമായിട്ട് സ്പെക്ട്രം പഠിച്ചതാണ്. ഇതിനകത്ത് ബക്സാർ യുദ്ധം അറിയാൻ വയ്യാത്തവരായിട്ട് ആരും ഇല്ലല്ലോ, പ്ലാസി യുദ്ധം അറിയാൻ വയ്യാത്തവരായിട്ട് ആരും ഇല്ലല്ലോ, എന്താണ് ഇഷ്യൂ എന്ന് അറിയാൻ വയ്യാത്തവരായിട്ട് ആരും ഇല്ലല്ലോ. അപ്പൊ അതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഞാൻ ഈ കൂട്ടത്തിൽ അത് പറയുന്നില്ല. അതിനുശേഷം ബക്സാർ യുദ്ധമാണ് താഴോട്ട് കൊടുത്തിരിക്കുന്നത്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കുക. അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് നമ്മൾ ക്ലാസ് നിർത്തുകയാണ്. ഇതൊരു ഇൻട്രഡക്ഷൻ വീഡിയോ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഈ ഒരു ഇൻട്രഡക്ഷൻ വീഡിയോയിൽ നമ്മൾ കോളനിവൽക്കരണം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ആ ഒരു സ്റ്റാർട്ടിങ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ കണ്ടിന്യൂവേഷൻ നോക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക? ബക്സാറും പ്ലാസി യുദ്ധങ്ങളൊക്കെ ഒന്ന് വായിച്ചിട്ട് വരിക. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ